ഈ SIT ഇതുവരെ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടുകളിലും അവർ പറയുന്ന ആരോപണങ്ങളിലൊന്നും ഈ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആരോപണവും കണ്ടില്ല. തന്ത്രിക്കെതിരെ SITക്ക് കേസ് എടുക്കാൻ എന്ത് അധികാരമാണുള്ളത്? SIT ആചാര ലംഘനമായിട്ട് എന്താ ഇത്? അവിടുത്തെ ആചാരം ആരെ തീരുമാനിക്കേണ്ടത്? ആചാരം തീരുമാനിക്കേണ്ട ആളാണ് തന്ത്രി. ആചാര ലംഘനം നടന്നെങ്കിൽ അത് പറയേണ്ട ആളാണ് തന്ത്രി. അങ്ങനെ ആചാര ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ട സഖാവ് പിണറായി വിജയനെയാണ്. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. എന്തിനാണ് ശബരിമല തന്ത്രിക്ക് പണി കൊടുത്തത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായിട്ടുള്ള വിജി തമ്പി സാറ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. എന്നിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ഹിന്ദുവും ഇത് മനസ്സിലാക്കി വോട്ട് ചെയ്യുക. ഹൈന്ദവ ക്ഷേത്രങ്ങളെ ആരാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓരോ ഹിന്ദുക്കളും. നമസ്കാരം. നമസ്കാരം. കാര്യം, ഏത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരുടെ കണ്ണിൽ ഉത്തമന്മാരല്ലാത്തത്? എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിൽ ഉത്തമന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇപ്പോ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരകത്ത് കിടക്കുകയല്ലേ? രണ്ട് പഴയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. അതിൽ ഒരാൾ പഴയ മുൻ MLA കൂടിയാണ്, പത്മകുമാർ. അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. മറ്റേ ഒരു വാസു, അയാളെപ്പോഴൊരു കള്ളൻ ലോകത്തുണ്ടാവില്ല, അയാൾ അത് കിടക്കുകയാണ്. ഈ രണ്ടുപേരകത്ത് കിടക്കുകയാണ്. അവരും ഉത്തമന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണോ? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോ ശങ്കർദാസ് എന്തുകൊണ്ട് ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അറസ്റ്റ് രേഖപ്പെടുത്താൻ. അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ശങ്കർദാസിന്റെ മകൻ ADGP ആണ്. അതുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്. അപ്പോ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഏത് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്? ഒരു ബുദ്ധിമുട്ടുമില്ല, ഏത് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. പിന്നെ പ്രായം കൂടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാളിനെ അവിടെ കൊണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട്, അവിടുത്തെ ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരനെ. ഈ SIT ഇതുവരെ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടുകളിലും അവർ പറയുന്ന ആരോപണങ്ങളിലൊന്നും ഈ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആരോപണവും കണ്ടില്ല. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ശിക്ഷിക്കപ്പെടണം. കാര്യം, അത് ആരെയും ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തോ ഒരു ഹിന്ദു സംഘടനകളോ മുന്നോട്ട് വരില്ല. പക്ഷേ ഇതുവരെ SIT ഹാജരാക്കിയ ഒരു തെളിവുകളിലും തന്ത്രിയെ ഇതുപോലെ റിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ആചാര ലംഘനത്തിനാണ് തന്ത്രിക്കെതിരെ SITക്ക് കേസ് എടുക്കാൻ എന്ത് അധികാരമാണുള്ളത്? SIT ആചാര ലംഘനമായിട്ട് എന്താ ഇത്? അവിടുത്തെ ആചാരം ആരെ തീരുമാനിക്കേണ്ടത്? ആചാരം തീരുമാനിക്കേണ്ട ആളാണ് തന്ത്രി. ആചാര ലംഘനം നടന്നെങ്കിൽ അത് പറയേണ്ട ആളാണ് തന്ത്രി. അങ്ങനെ ആചാര ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ട സഖാവ് പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ ആദ്യം ആചാര ലംഘനം നടത്തിയത്. റഹന ഫാത്തിമയെ പോലെയുള്ള ഒരു സ്ത്രീയെ അവിടെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചത്, അന്ന് അതിനെ തടഞ്ഞ ആളാണ് തന്ത്രി. അന്ന് തന്നെ പിണറായി വിജയൻ പറഞ്ഞു തന്ത്രിക്കിട്ട് പണി കൊടുക്കുമെന്ന്. ആ പണി കൊടുത്തതാണ് ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന്റെ തെറ്റെന്താണ്? അദ്ദേഹത്തിന്റെ കുറ്റം എന്താണ്? അദ്ദേഹം മോഷണത്തിൽ പ്രതിയാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ? അത് പുറത്തു പറയട്ടെ. പുറത്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇവർ കൊടുത്തിരിക്കുന്ന തെളിവുകൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല.